ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഡൈഅമൈഡിൻ്റെ ടെസ്റ്റാണ്. അതിനൊരു പ്രത്യേക പേരുണ്ട്, ദാറ്റ് ഈസ് ബൈയൂററ്റ് ടെസ്റ്റ്. അതിന് നമുക്ക് വേണ്ടത് ഒന്ന് യൂറിയ, ദാറ്റ്സ് എ ഡൈഅമൈഡ്. ഓക്കെ, പിന്നെ നമുക്ക് കോപ്പർ സൾഫേറ്റ് വേണം, അതുപോലെ തന്നെ സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് യൂറിയ എടുക്കാം. യൂറിയ ഒരു ഡ്രൈ ടെസ്റ്റ് ട്യൂബ്. ഈ ബൈയൂററ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ആ ടെസ്റ്റ് നന്നായിട്ട് കിട്ടില്ല കുട്ടികൾക്ക്. അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ചില കാര്യങ്ങൾ, അതാണ് നമ്മളിന്ന് നോക്കുന്നത്. ഈ വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ട്യൂബ് ആയിരിക്കണം. ആ ടെസ്റ്റ് ട്യൂബിലേക്ക് നമുക്ക് കുറച്ച് യൂറിയ ആഡ് ചെയ്യാം. ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സബ്സ്റ്റൻസ്, ഒരു അൺനോൺ സബ്സ്റ്റൻസിന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് അത് കണ്ടുപിടിക്കുന്നതാണ് ടെസ്റ്റ്. പക്ഷേ ആ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ സബ്സ്റ്റൻസ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ആ ടെസ്റ്റ് ചെയ്യാൻ. അതുകൊണ്ട് നമ്മൾ യൂറിയ എടുക്കുകയാണ്. യൂറിയ ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് അല്പം, നമുക്ക് സബ്സ്റ്റൻസും റിയേജൻറ്റും എല്ലാം മാച്ചായി വരണം. അതുകൊണ്ട് നമ്മൾ അല്പം യൂറിയ എടുക്കുന്നു, അത് ടെസ്റ്റ് ട്യൂബിനടിയിലേക്ക് ഇടുന്നു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യണം. മെൽറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ഡ്രൈ ആയിരിക്കണം, വാട്ടറിൻ്റെ അംശം കാണാൻ പാടില്ല. സോ നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്ത് വരാം. ജലാംശമില്ലാതെ ആ സബ്സ്റ്റൻസ് അവിടെ ഉരുകണം, അതാണ് മെൽറ്റിങ്. അത് ഉരുകി നല്ല ക്ലിയർ സൊല്യൂഷൻ ആകണം. ഓക്കെ, ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിൽ കുറച്ച് മെൽറ്റ് ചെയ്യാത്ത യൂറിയ പറ്റിയിരിപ്പുണ്ടായിരുന്നു, അത് ഞാനങ്ങ് റിമൂവ് ചെയ്യാണ്. നമുക്ക് മോൾട്ടൺ യൂറിയ മാത്രം മതി. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ മോൾട്ടൺ യൂറിയ സൊല്യൂഷനിലേക്ക് നമുക്ക് ഡൈല്യൂട്ട് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യണം. കോപ്പർ സൾഫേറ്റിൻ്റെ കളർ നോക്കുക, ഇറ്റ്സ് വെരി ലൈറ്റ് ബ്ലൂ, ലൈറ്റ് സൊല്യൂഷനാണ് എടുത്തിരിക്കുന്നത്, വെരി ഡൈല്യൂട്ട് സൊല്യൂഷൻ. ഏതാനും ഡ്രോപ്സ് ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇത് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം കോപ്പർ സൾഫേറ്റിൻ്റെ കളറ്. നമുക്കതൊരു കമ്പാരിസന് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് സൊല്യൂഷൻ ഇങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഞാൻ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ഡ്രോപ്പ് സൊല്യൂഷൻ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഒരു ഡ്രോപ്പ് കൂടി വേണം, 1-2 ഡ്രോപ്പ് ആഡ് ചെയ്തു. ആ സൊല്യൂഷൻ ആൽക്കലൈൻ ആകണം. ഓക്കെ, എന്ത് മാറ്റമാണ് കാണുന്നത്? ദറ്റ് ബ്ലൂ കളർ ചേഞ്ചസ് ടു എ വയലറ്റ് കളർ. നമ്മൾ കമ്പാരിസന് വേണ്ടിയിട്ട് ബ്ലൂ കളർ അവിടെ വെച്ചിട്ടുണ്ട്. സോ ഈ ഒരു കളർ ഫോർമേഷനാണ് ബൈയൂററ്റ് ടെസ്റ്റ്. ഇപ്പോൾ ഒരു ഡൈഅമൈഡാണ് നമുക്ക് കിട്ടിയ സബ്സ്റ്റൻസ് എങ്കിൽ നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് കളർ ചേഞ്ച് ഉണ്ടാകും. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കൊന്നുകൂടെ നോക്കാം. സോ ആദ്യത്തേത് ബൈയൂററ്റ് ടെസ്റ്റ് ആൻസർ ചെയ്തത്, മറ്റേത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുന്നതിന് മുമ്പുള്ള കളർ.